നമസ്കാരം ഗൈസ്, നമ്മുടെ ബിഗ് ബോസ് അപ്ഡേറ്റിലോട്ട് പോവാം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്നലെ രാത്രി അവിടെ നടന്ന ഒരു ആചാരം കാര്യം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ബിഗ് ബോസ് നമ്മൾ കീപ്പ് ഓൺ വാച്ചിങ് ആണ്. എവിടെയൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ട്, എന്താ ഏതാന്ന് ഒന്നും അറിയത്തില്ല. ലൈക്ക് നമ്മൾ ഈവൺ അതിൻ്റെ ഉള്ളിലാണെങ്കിലും നമ്മൾ ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് ഇങ്ങനെ സ്വകാര്യം പറയുമ്പോഴൊക്കെ നമ്മുടെ വിചാരം അവർ തമ്മിലേ കേൾക്കുന്നുള്ളൂ എന്നാണ്. പക്ഷെ മൈക്കിലെല്ലാം കേൾക്കുന്നുണ്ട്. മൈക്ക് തന്നെയാണ് വിഷയം. ഇന്നലെ രാത്രി നമ്മുടെ ആര്യനല്ല സൗണ്ട് ഉറക്കി അത് ഇതാക്ക് പൊന്നു ആര്യനല്ല അതന്നെ ആര്യനും ജിസേലും കൂടി ബെഡില് പുതച്ച് കിടന്നത് അതൊരു അവിടെ ഒരു വിഷയം തന്നെയാണല്ലോ. അതിപ്പോഴും അത് പെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോ ഇവര് ഈ കിടന്ന് ഉറങ്ങാൻ നേരത്താണ് ഈ സാധനം മൈക്ക് എടുത്ത് മാറ്റാൻ പാടുള്ളൂ. ലൈക്ക് മൈക്ക് എടുത്ത് മാറ്റിയ പിന്നെ സംസാരിക്കാൻ പാടില്ല. അല്ലാത്ത പക്ഷം അവര് എന്താണ് മൈക്ക് എടുക്കാത്ത അതെന്താന്ന് വെച്ചാൽ ഞാനും ഏഞ്ചലിനും ജയിലിൽ കിടക്കുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ലൈക്ക് മൈക്ക് എടുത്ത് വയ്ക്കാൻ പറഞ്ഞു. മൈക്കിൽ പ്രോപ്പറായിട്ട് സംസാരിക്കും. അതല്ല എപ്പോഴും പ്രോപ്പർലി അവിടെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഈ മൈക്കിന്റെ വിഷയം കൊണ്ട്. ഏറ്റവും കൂടുതൽ മൈക്ക് എടുക്കാൻ യൂസ് ചെയ്യാൻ മറന്ന ഒരു വ്യക്തി നമ്മുടെ എക്സ് കണ്ടസ്റ്റന്റ് കഴിഞ്ഞ സീസണിലും ഉണ്ട്. സോ ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ മൈക്ക് എടുത്ത് മാറ്റിയപ്പോൾ ആര്യന് എന്ത് ചെയ്തു, വാർണിംഗ് കൊടുത്തു. ആര്യന് ഗിസലും മൈക്ക് എടുത്തിടാൻ പറഞ്ഞിട്ട് ബിഗ് ബോസിന്റെ വാർണിംഗ് കൊടുത്തു. അപ്പോൾ അതിന്റെ അടുത്ത് എന്താണ്, ഇവരെ തന്നെ ക്യാമറ കുറെ നേരം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ സംസാരിക്കുന്ന ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. മൈക്ക് പ്രോപ്പറായിട്ട് ഇത്രയും ദിവസമായിട്ട് മൈക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം എന്നുള്ള കാര്യം പോലും ആര്യനും ഗിസയിൽ അറിയില്ല. എന്നിട്ട് ഫൈനലി അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ കേട്ടത്. നൂറയുടെ ഗെയിമിനെ പറ്റിയിട്ട് നൂറയ്ക്ക് ഇനി പേടിക്കേണ്ട, നല്ല രീതിയിൽ നൂറയ്ക്ക് ഗെയിം കളിക്കാം, അത്യാവശ്യം നല്ല സപ്പോർട്ട് ഉണ്ട്, കൂളായിട്ട് നടക്കാന്നുള്ള സംസാരമൊക്കെയാണ് കേട്ടത്. ബിഫോർ ദാറ്റ് ഒന്നും കേട്ടിട്ടില്ല. അപ്പോ ലൈക്ക് അവര് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇത്തവണത്തെ ലാലേട്ടന്റെ സൺഡേ മെനുവിലും ആര്യൻ നിർത്തി പൊരിച്ചതൊക്കെയുണ്ട്. അപ്പൊ ആര്യൻ എന്തായാലും നല്ലൊരു ഡോസ് ഇത്തവണ ലാലേട്ടന്റെ ഭാഗത്തുനിന്നുണ്ട്. അത് ഏത് രീതിയിലാണ് അനു നേരത്തെ പറഞ്ഞ ചുംബന പ്രശ്നമായിട്ടൊക്കെ റിലേറ്റഡ് ആണോ എന്തോ അറിഞ്ഞൂടാ. അപ്പൊ മൈക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള സംസാരം അതെന്താണ്, മൈക്ക് എടുത്ത് മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ മൈക്ക് പോലും ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ക്രിയേറ്റേഴ്സ് പോലും കേൾക്കാൻ പാടില്ലാത്ത രീതിയിൽ ഇവർക്ക് എന്താണ് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. കാര്യം അവർ ബേസിക്കലി നോർത്താണ്, അവർ തമ്മിലുള്ള അഫെക്ഷൻ കണക്ഷൻ ഒക്കെ ഒരു ബോംബെ ബന്ധം ഉണ്ടെങ്കിലും ഇത് കേരളമാണ്, ഷോ നടക്കുന്ന കേരളമാണ്. വി ആർ മലയാളീസ്. സോ നോർത്തിൽ അങ്ങനെയാന്ന് വെച്ചിട്ട് സൗത്തിൽ എന്തും കാണിക്കാന്ന് വിചാരിക്കണം തെറ്റല്ലേ?